കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മതേതരത്വത്തിന്റെ പേര് മതേതരത്വം എന്നല്ല, അതിന്റെ പേര് അൽ മതേതരത്വം എന്നാണ്. ഹിന്ദുത്വ പ്രചരണമാണ് പ്രശ്നം, ഹിന്ദുത്വ വർഗീയതാണ് പ്രശ്നം. ആ ഹിന്ദുത്വ വർഗീയത ഷോൺ ജോർജ് ഏറ്റവും ക്രൂരമായ മുഖത്ത് കേരളത്തിൽ നടക്കുകയാണ്. പോലെ ഹിന്ദുത്വ ഷോൺ, ഇവിടെ ഇപ്പോ ഒന്ന് ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി ആയതാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വിശദീകരിച്ചതോടുകൂടി ആ കാര്യത്തിലൊരു ഒരു ഫൈനാലിറ്റി വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അത് കുത്തിപ്പൊക്കേണ്ട കാര്യമുണ്ടോ ആരെങ്കിലും? ഒറ്റ കാര്യം, ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണ്. കൃത്യമായി വളരെയേറെ SDPI ശക്തിയുള്ള ഒരു പ്രദേശത്ത് അതിന്റെ നടുക്കിരിക്കുന്ന ഒരു സ്കൂളിൽ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു. പിറ്റേ ദിവസം SDPI ആവശ്യപ്പെട്ട എന്താണ്, ഇത് സർക്കുലർ ആക്കണം, അത് സ്റ്റേറ്റ് മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മതേതരത്വത്തിന്റെ പേര് മതേതരത്വം എന്നല്ല, അതിന്റെ പേര് അൽ മതേതരത്വം എന്നാണ്. അത് ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ പരമാധികാരം പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം വരെ അവർ പറയുന്ന മതേതരമാണ് ഈ മതേതരത്വം. കേരളത്തിൽ ഇപ്പോൾ SDPI എന്ന് പറയുന്നത് ഒരു MLA പോലും ഇല്ലാത്ത ഒരു സംഘടനയല്ലേ? അല്ലെ, SDPI പറയുന്നത് അനുസരിച്ചാണ് ഇവിടുത്തെ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. MLA ഒരു ഭരണത്തെ തന്നെ നിയന്ത്രിക്കുന്ന സംഘടനയായി അവർ മാറിക്കഴിഞ്ഞു. എന്തിനാണ് അവർക്ക് MLA? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവൊക്കെ അവർ പറയുന്നത് അപ്പുറത്തോട്ട് പോകില്ല. വഖഫ് വിഷയത്തിൽ ഇന്നലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഉണ്ടായിട്ട് പോലും ആ പാവപ്പെട്ട മുനമ്പൻകാർക്ക് എന്തുകൊണ്ട് നീതി കൊടുക്കുന്നില്ല? ഇവരെ പേടിച്ചിട്ട്. എന്തിന് കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു? അത് ലൗകികമെന്ന് മതപരിവർത്തനത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ആത്മഹത്യ കുറിപ്പ് ഈ കാരണമല്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ലവ് കാരണമല്ല. കള്ളങ്ങൾ, വർഗീയത പറയാൻ ചർച്ചയുടെ അവസാനത്തിൽ വേറെ വിഷയങ്ങളാണ്. ഇതിപ്പോ സൗഹാർദ്ദപരമായി പരിഹരിക്കുക, കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം ഗുണകരമായി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രം. ഷൈജു ആന്റണി എന്തെങ്കിലും, രാജു പേരെങ്കിലും പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു. ഷോൺ ജോർജ് ഇപ്പൊ പറഞ്ഞതാണ് RSSന്റെ അജണ്ട. അല്ലല്ല, ശ്രീ ഷോൺ ജോർജ് ഇപ്പോഴും ഇങ്ങനത്തെ ഈ പേടിയിൽ നടക്കരുത്. നിങ്ങൾ മുനമ്പൊക്കെ പറഞ്ഞല്ലോ, മുനമ്പം നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് കരവടയ്ക്കാന്ന് പറഞ്ഞല്ലേ? എന്താ ഇപ്പോഴും പറ്റിയിട്ടില്ലല്ലോ? അത് ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമായിരുന്നു, ഒരു തർക്കവുമില്ല. അതിനകത്ത് കോടതി അതിന്റെ പല്ലുകൾ ഓടിച്ചു പറഞ്ഞു. പക്ഷെ എന്നാലും ഉണ്ട്, നിങ്ങൾ ആവശ്യമായിട്ട് ഈ കോളങ്ങൾ അൽ മതേതരത്വം നിങ്ങളുടെ ഹിന്ദുത്വ പ്രചരണമാണ് പ്രശ്നം, ഹിന്ദുത്വ വർഗീയതാണ് പ്രശ്നം. ആ ഹിന്ദുത്വ വർഗീയത ഷോൺ ജോർജ് ഏറ്റവും ക്രൂരമായ മുഖത്ത് കേരളത്തിൽ നടക്കുകയാണ്. പോലെ ഹിന്ദുത്വ വർഗീയ ശരി, ഒരു വർഗീയതയും ആവശ്യമില്ല. നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചത് എല്ലാവരും ഒരുമിച്ചിരുന്നാണ്. രാമനും തോമസും അബ്ദുള്ളയൊക്കെ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചാണ് ഈ കേരളം ഇങ്ങനെ കേരളമായത്. ഈ കേരളം ഇങ്ങനെ തന്നെ തുടരണം. അത് ഏതെങ്കിലുമൊക്കെ ഗെറ്റോകളിലേക്ക് തളയ്ക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഓരോ മതക്കാർ അവരവരുടെ സ്ഥാപനത്തിൽ അവരവരുടെ സൗകര്യമനുസരിച്ച് പഠിക്കട്ടെ എന്നുള്ളതല്ല നമ്മൾ ഇത്രയും കാലം കണ്ടുവന്ന നമ്മുടെ കേരളീയ സാമൂഹികത എന്ന പോയിന്റിൽ അവസാനിപ്പിക്കാം.